Hi guys! Recently, I did a hair oil video നമ്മുടെ ജടാമാഞ്ചി ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ ട്ടോ. ആ ഒരു വീഡിയോനകത്ത് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ലൈവ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താണെന്നല്ല ദന്തപാല ആണ് അതിന്റെ പേര് കേട്ടോ. ഞാൻ ആ വീഡിയോനകത്ത് വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിക്ചർ ഒക്കെ വെക്കാം. എനിക്കിത് ഒരു കസ്റ്റമർ പറഞ്ഞതാണ്, കസ്റ്റമർ മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയാണ് കേട്ടോ. അപ്പോൾ അവർ എനിക്ക് പറഞ്ഞു തന്നുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇത് വന്നിട്ട് ഉപയോഗിക്കുന്നത് സോറിയാസിസ് പോലുള്ള രോഗങ്ങൾക്കും അതുപോലെ തന്നെ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് റിമൂവ് ആവാനായിട്ട് മുടിക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് സ്കിന്നിനും ഇത് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആളെ മുടീൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് നമുക്കിത് നമ്മുടെ ചർമ്മ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കാം, അതുപോലെ തന്നെ മുടിയിലേക്കും ഉപയോഗിക്കാം കേട്ടോ. എത്ര വലിയ താരനാണെങ്കിലും അല്ലെങ്കിൽ ഒരു സോറിയസിൻ്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ കൂടിയും നമുക്കതെല്ലാം ക്ലിയർ ആക്കാനായിട്ട് നമ്മുടെ ഈ ഒരൊറ്റ ദന്തമാല മതി. അപ്പോൾ ദന്തമാല എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ ആ ചെടിയെ ഞാൻ കാണിച്ചു തന്നത്. എനിക്കിവിടെ ഞാൻ പരിസരം മൊത്തം നോക്കിയപ്പോൾ അത് വലിയ മരമായിട്ടൊന്നും എനിക്ക് കണ്ടില്ല, ചെറിയൊരു കുറ്റി ചെടികളൊക്കെ ആയിട്ടാണ് എനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരുപാട് വണ്ണൊന്നും ഇല്ലാതെ ഒരു കുറ്റിച്ചെടി പോലെയുള്ള ഒരു ചെടിയായിരുന്നു. നമ്മളത് പൊട്ടിക്കുമ്പോൾ പാൽ അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് ലീഫൊക്കെ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ ഈ ഒരു ലീഫൊക്കെ ഇച്ചിരി അങ്ങ് വാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ട് കൂടി തന്നെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതേക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് കണ്ടപ്പോൾ അതിനിടയിൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ഇത് മാറിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സോറിയാസിസ് ആണെങ്കിലും എക്സിമ പോലത്തെ രോഗങ്ങളാണെങ്കിലും ഡാൻഡ്രഫ് ആണെങ്കിലും എല്ലാം തന്നെ മാറി അവർക്ക് മുടി നന്നായിട്ട് വളരുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. മാത്രമല്ല നമുക്ക് നിറച്ചു മുടി വരാതിരിക്കാനായിട്ടും ഇത് നല്ല രീതിക്ക് നമ്മുടെ മുടിയെ ഹെൽപ്പ് ചെയ്യുന്ന കൂടി ആ ഒരു കമൻറ്റ് ബോക്സിനകത്തൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരാൾ ഒന്നോ രണ്ടോ പേരല്ല അത് പറയുന്നു, ഒത്തിരി പേര് അത് ഉപയോഗിച്ചിട്ടുള്ള ഫീഡ്ബാക്കാണ് ഓരോ വീഡിയോസും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അല്ലാതെ ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതെല്ലാം ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള റിസൾട്ടൊക്കെ ആയിരിക്കും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഞാൻ ചെയ്യുന്നില്ല, ഞാനത് ഉപയോഗിച്ചിട്ടില്ല, ഇനി ഉപയോഗിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മുടെ കസ്റ്റമർ മാത്രമല്ല കസ്റ്റമറും സബ്സ്ക്രൈബറും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഇൻഫർമേഷനാണത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത് 50 ഗ്രാം വെളിച്ചെണ്ണയിലാണ് കേട്ടോ. വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കുക. ഇന്ന് ഞാനിവിടെ 50 ഗ്രാം വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇതിനൊരു അളവ് എന്ന് പറയുന്നത് നമ്മൾ എത്ര ഗ്രാമാണോ വെളിച്ചെണ്ണ എടുക്കുന്നത് അതിന് ഈക്വലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ദന്തപാലയുടെ ലീഫ് എടുക്കാം. ഇപ്പോൾ 50 ഗ്രാം നമ്മൾ എണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50 ഗ്രാം ലീഫ് എടുക്കുക. ആ ഒരു എണ്ണയുടെ വെയിറ്റ് അനുസരിച്ച് വേണം എടുക്കാനായിട്ട്. ഓക്കെ, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന അളവ് എനിക്ക് 50 ഗ്രാം ഉണ്ട് കേട്ടോ. ഞാനത് തൂക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 50 ഗ്രാമിൻ്റെ ലീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ മിക്ക വീഡിയോനകത്തും കാണുന്നത് ഈ ഒരു ലീഫ് ഡയറക്റ്റായിട്ട് എണ്ണയിൽ ഡിപ്പ് ചെയ്യുന്ന മെത്തേഡാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറൊരു രീതിയിലാണ് കേട്ടോ. നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്ന ഈ ഒരു ദന്തപാലയുടെ ഓയിൽ ശരിയായ രീതിയിലാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ വേണം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ലീഫ് എടുത്തിട്ട് വന്ന് നമ്മൾ കഴുകരുത്, നന്നായിട്ട് തുടക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ലീഫ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നനവില്ലാത്തൊരു മിക്സി ബൗൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ലീഫ് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ലീഫ് ചെറിയൊരു രീതിക്ക് ഒന്ന് വാടിയിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഈക്വൽ അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഒരു അളവിൽ നമുക്ക് മാറ്റം വരുത്താം. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന ആ ഒരു സ്കിൻ പ്രോബ്ലം കൂടുതലാണെങ്കിലാണ് നമ്മൾ ഈ ഒരു അളവിൽ എടുക്കാനായിട്ട് വേണ്ടത്. ഇനി അതല്ല നമുക്ക് ചെറിയ രീതിക്ക് താരനൊക്കെയാണ്, മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പാതിയായിട്ട് കുറയ്ക്കാം. ഇപ്പോൾ 50 ഗ്രാം നമ്മുടെ ഈ ഒരു ഓയിലിന് 25 ഗ്രാം ഈ ഒരു ലീഫ്, ഈ ഒരു കണക്കിൽ നമുക്ക് പാതിയായിട്ട് കുറച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അതല്ല നല്ല രീതിക്ക് നമുക്ക് ഹെവിയർ ആയിട്ട് തന്നെ ആ ഒരു സോറിയാസിസിൻ്റെ പ്രശ്നവും ഡാൻഡ്രഫിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പുറ്റു പോലത്തെ താരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിൽ ഈക്വൽ അളവിൽ തന്നെ വേണം എടുക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈക്വലായിട്ട് തന്നെ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് സ്പൂണൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഓയിൽ, ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഓയിൽ നമ്മൾ ഇനി വെയിലത്താണ് കൊണ്ട് വെക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിത് രാവിലെ ഉണ്ടാക്കി, ഇനി 9 മണിക്ക് വരുന്ന ആ ഒരു വെയിലിനകത്താണ് നമ്മളിത് കൊണ്ട് വെക്കാൻ പോകുന്നത് കേട്ടോ. 9 മണിക്ക് വെയിലത്ത് വെച്ചതിന് ശേഷം 3 മണിയാവുമ്പോഴാണ് തിരിച്ചത് അകത്തേക്ക് വെക്കുന്നത്.
ഓക്കെ, രാവിലെ 9 മണിക്ക് പുറത്ത് വെയിലത്ത് വെക്കുന്നു, 3 മണിക്ക് നമ്മളിത് അകത്ത് വെക്കുന്നു. അങ്ങനെ 7 ദിവസം നമ്മളിത് ഈ പ്രൊസീജിയർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. വെറും 7 ദിവസം. 7ാമത്തെ ദിവസം ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ലീഫൊക്കെ നന്നായിട്ട് ഉണങ്ങി കരിയില പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും തന്നെ പോകുന്നില്ല. ഇനി നമുക്ക് വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോനകത്ത് ഞാൻ ഈ ഒരു ഓയിലിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പോൾ ജസ്റ്റ് നമുക്കൊരു 1-2 ഡേയ്സിനുള്ള ആ ഒരു ഓയിലിൻ്റെ കളർ ചേഞ്ച് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ഡേ തന്നെ വെക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും. ഞാനൊരു ഓൾറെഡി ചെറിയ രീതിക്ക് ഒരു പരീക്ഷണം പോലെ നടത്തിയായിരുന്നേ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിത് 2-3 ലീഫൊക്കെ എടുത്തിട്ട് ഇച്ചിരി അങ്ങ് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിനകത്ത് ഞാനിങ്ങനെ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു ലീഫിൻ്റെ കളർ കണ്ടല്ലോ, നമുക്ക് ആദ്യം ഒരു ചെറിയൊരു വയലറ്റ് നിറമായിരിക്കും നമുക്ക് ലഭിക്കുക കേട്ടോ. അത് പോകെ നമുക്കിതൊരു പർപ്പിൾ കളറായിട്ട് നമ്മുടെ മുന്തിര വൈനിൻ്റെ കളറൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ കണ്ടല്ലോ 2 കളർ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വയലറ്റ് കളറും ആ ഒരു പർപ്പിൾ കളറും, നമ്മുടെ മുന്തിര വീഞ്ഞിൻ്റെ ആ ഒരു കളർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേത്തെ ആ ഒരു കളർ ചേഞ്ച് ആണത്. ഇനി സെക്കൻഡ് ഡേത്തെ ആ ഒരു കളർ ചേഞ്ച് കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് ഇനി ഫൈനൽ ആകുമ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ആ ഒരു മുന്തിരി വീഞ്ഞിൻ്റെ അല്ലെങ്കിൽ മുന്തിരി വൈനിൻ്റെ കളർ പർപ്പിൾ കളറായിട്ട് നമുക്ക് കിട്ടും. ചിലർക്ക് നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് കിട്ടും. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഓയിലാണ്. ഞാൻ എൻ്റെ കടുക്കിൽ പറയുന്ന പോലെ ചിലർ ചോദിക്കും കടുക്കയ്ക്ക് എന്ത് പറ്റി, നിറം എന്താ എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. നമ്മളൊരു സമയത്ത് കൊടുക്കുന്ന കടുക്കയുടെ കളർ ചിലപ്പോൾ ഡാർക്ക് ആയിരിക്കും, ചില സമയത്ത് കൊടുക്കുന്ന കടുക്കയുടെ കളർ ചെറിയ രീതിക്ക് ലൈറ്റ് കളർ ആയിരിക്കും. അപ്പോൾ എനിക്ക് ഒന്നേ പറയാമെന്നുള്ളൂ, നാച്ചുറലായിട്ട് ചെയ്തെടുക്കുന്ന കാര്യമാണത്. അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങളിൽ കളറിലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വ്യത്യാസം വരും. എന്ന് കിട്ടുന്നൊരു സാധനമായിരിക്കും നമ്മൾ പിന്നീട് നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ലീഫിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും നിങ്ങളുടെ പരിസരത്ത് ഉണ്ടാകുന്ന ലീഫിൻ്റെ ആ ഒരു സ്വഭാവം അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന എണ്ണയുടെ കളറും. ഓക്കെ, മിക്കവാറും ഈ ഒരു കളർ തന്നെ ആയിരിക്കും വരിക. പക്ഷേ ചിലർക്ക് നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ദന്തപാലയുടെ സ്വഭാവ ഗുണമാണ് അത് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമുക്ക് റിസൾട്ട് പക്ക ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നമ്മളിത് വെച്ചിട്ടുണ്ടായിരുന്നു. 2ാമത്തെ ദിവസത്തിലുള്ള ഒരു റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ 7 ദിവസം രാവിലെ 9 മണിക്ക് വെയിൽ കൊള്ളിക്കുക, എന്നിട്ട് 3 മണിയോട് കൂടിയിട്ട് അതങ്ങ് അകത്ത് വെക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു പ്രൊസീജിയർ 7 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. നല്ല വെയിലത്ത് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇത് വെയിലത്ത് വെക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ഉപയോഗിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ചെമ്പ് പാത്രം ഉപയോഗിക്കുക കേട്ടോ. ഈ 2 പാത്രങ്ങൾ മാത്രം വേണം നിങ്ങളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് ഫിൽറ്റർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചിട്ടോ ഇതങ്ങ് പിഴിഞ്ഞു മാറ്റി ഇതൊരു ഗ്ലാസ് ബോട്ടിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ മുമ്പായിട്ട്, ഏറിപ്പോയ 1 മണിക്കൂർ വരെയൊക്കെ നമുക്കിത് വയ്ക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഒരു ലീഫ് നല്ല രീതിക്ക് തണുപ്പുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ. നല്ല തണുപ്പാണ്. അപ്പോൾ ഈ ഒരു നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അല്പമായിട്ട് നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്പമായിട്ട് അങ്ങ് എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഒത്തിരി അങ്ങ് വാരിത്തേക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് കഴുകി കളയുന്ന സമയത്ത് ദേഹത്താണെങ്കിലും മുടിയിലാണെങ്കിലും ഷാമ്പോ അല്ലെങ്കിൽ സോപ്പോ ഒന്നും ഉപയോഗിക്കാതെ പയറുപൊടിയോ അല്ലെങ്കിൽ കടലമാവിൻ്റെ പൊടിയോ ഉപയോഗിച്ച് വേണം ഇത് കഴുകിച്ച് വരാനായിട്ട്.